വെൽക്കം ടു ബബീസ് കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് പാൽക്കറിയാണ്, അതായത് പ്രോൺ കോക്കനട്ട് മിൽക്ക് കറി. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാം. ആദ്യം തന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉണക്കമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, നമ്മുടെ തേങ്ങ ചിരകിയത്, കൊഞ്ച്, നമ്മുടെ ചെമ്മീൻ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പച്ചമുളക് നീളമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കറിവേപ്പിലെടുത്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ കറിവേപ്പില ബാക്കി അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ഈ ചെമ്മീനെ മാരിനേറ്റ് ചെയ്യണം. അതിന് ചെമ്മീനെ നമ്മുടെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ചതച്ച മുളക്, ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില, വെളിച്ചെണ്ണ, ഇതെല്ലാം ഒഴിച്ചിട്ട് ചെമ്മീനെ നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും വെച്ചിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. എന്നാൽ മാത്രമേ ചെമ്മീൻ്റെ ഉള്ളിലേക്ക് ആ ഉപ്പും മുളകൊക്കെ കയറുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫ്രൈയിങ് പാൻ അടപ്പത്ത് വെച്ചിട്ട് ചെമ്മീൻ പതിയെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഒന്നൊന്നായിട്ട് പിറക്കി വെക്കുക. ഈ ചെമ്മീൻ അധികം വേകാൻ പാടില്ല. വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോൾ. ഏകദേശം ഒരു 4 മിനിറ്റ് മതിയാവും. ഒരു 2 മിനിറ്റ്സ് ഒരു സൈഡും ഒരു നെക്സ്റ്റ് 2 മിനിറ്റ്സ് അടുത്ത സൈഡും മതിയാവും. അപ്പോൾ ചെമ്മീൻ നമ്മളെല്ലാം പിറക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു 2 മിനിറ്റ്സ്, ഈ സമയം കൊണ്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാം. തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് ഏകദേശം അതിൻ്റെ അളവിനോട് നല്ല എമൗണ്ടിൽ കോക്കനട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതാണ് ഈ ഡിഷിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ കൊഞ്ചിന് ആ ചെമ്മീൻ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഒരു 2 മിനിറ്റ്സ് ആയി. അതിൻ്റെ പുറം ഒരു സൈഡ് നന്നായിട്ട് ഒരു ലൈറ്റായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ ഒന്ന് കളർ മാറിയാൽ മതിയോ. നമ്മളതിനെ മറിച്ചിടുക. മറ്റേ സൈഡും ഇതേപോലെ ഒരു 2 മിനിറ്റ്സ് വേകണം. ഇനി മറിച്ചിട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലുമൊക്കെ ആ മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആകും. ഇതിങ്ങനെ 1 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്ക് പ്ലസ് കോക്കനട്ട് ഓയിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെ ഡ്രൈ ആയിട്ട് എടുക്കാം, സ്റ്റാർട്ടർ പോലെ, അല്ലെങ്കിൽ നമുക്ക് കറിയായിട്ട് യൂസ് ചെയ്യാം. ഡ്രൈ ആണെങ്കിൽ നമ്മൾ കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്താൽ മതി. ആ കോക്കനട്ട് മിൽക്ക് ഫുള്ളായിട്ട് ചെമ്മീനിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഫുൾ വലിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് ഗ്രേവി പോലെയാണ്. അതിലേക്ക് കുറച്ച് പെപ്പർ, കറിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. അധികം നേരിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ടേസ്റ്റ് ആ ചെമ്മീനിലേക്കും ആ ചാറിലേക്കും ഒക്കെ ആകുന്ന ആ ഒരു സമയം മാത്രം നമ്മൾ തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പാൽ കൊഞ്ച് അല്ലെങ്കിൽ പ്രോൺ കോക്കനട്ട് മിൽക്ക് കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.